ഇതാ നമുക്കൊരു ബർഗർ ഉണ്ടാക്കിയാലോ ഇന്ന് ഡിന്നറിന്. വായോ ഇതാ നോക്കിയോട്ടോ, ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബർഗറിന് വേഗം സെറ്റ് ചെയ്താൽ വേഗം പണി തീരും കേട്ടോ. നമുക്കിപ്പോൾ ഒരു വെറൈറ്റി രാത്രി കഴിക്കണമെങ്കിൽ ബർഗർ ഉണ്ടാക്കാം. ബർഗർ ഉണ്ടാക്കാൻ അറിയാമില്ലാത്തവർക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ശരിക്കും ഓർഗാനിക്കായിട്ടുള്ള സാധനം വെച്ച് ഹോം മെയ്ഡ് ബർഗറാണ്. ബേക്കറിയിൽ കൊണ്ടുവരുന്ന വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഐറ്റംസ്, നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ടിട്ട് കേട്ടോ. അപ്പം അതിനാകെ വേണ്ടത് 2 കോഴിമുട്ട വേണം. 2 സെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 കോഴിമുട്ട, ഒരു തക്കാളി, പിന്നെ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞെടുക്കണം കേട്ടോ. ക്യാപ്സിക്കോ, ക്യാബേജ്, എന്താ പറയുക, പച്ചമുളക്, ഇഞ്ചി, അത് അരിഞ്ഞ് കുഞ്ഞായിട്ട് ഇവിടെ വയ്ക്കണം. പിന്നെ കട്ട്ലേറ്റും വേണം അതിന്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കണം പ്രോൺസ് കട്ട്ലേറ്റാണ്. അതും കൂടി അതിൽ വെക്കണം കേട്ടോ. ഞാൻ ആദ്യമേ അതെങ്ങനെ ചെയ്യണേന്ന് കാണിച്ചു തരും. മുട്ട പൊരിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മുട്ട പൊരിച്ചെടുക്കണം ആദ്യമേ. അപ്പം നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കണം. ഓവനില്ലാത്തവർ പാനിൽ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഓവൻ വേണമെന്നില്ല. ആദ്യമേ ബണ്ണാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. ബണ്ണ് 2 ഹാഫ് ആക്കി എടുക്കണം. എന്നിട്ട് ആദ്യമേ നമ്മൾ ചെയ്യാൻ പോണത്, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി നമുക്ക് വെജിറ്റബിൾ എത്ര വേണമെങ്കിലും ഇടാട്ടെ. ഞാനിപ്പോൾ ഇത് വെജിൻ്റെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു തക്കാളി വെച്ചു. ഇത് പ്രോൺസ് കട്ട്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഒരു കട്ട്ലേറ്റ് വെച്ചു. അത് കട്ട്ലേറ്റും ഇതാണ് നല്ലത്. മുട്ട പൊരിച്ച് വയ്ക്കുക. ഒരു തക്കാളി വെച്ചിട്ട് മുട്ട വയ്ക്കണം. മുട്ട വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കട്ട്ലേറ്റ് വെക്കണം. വീണ്ടും ഒരു തക്കാളി വെക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെജിറ്റബിൾ ഞാൻ മുട്ടയിൽ ധാരാളം ഇട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ചിട്ടേക്കണോണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല വെജിറ്റബിൾ നിറച്ചിട്ടിട്ടുണ്ട് ഞാൻ. മുട്ട പൊരിച്ചപ്പോൾ എല്ലാ വെജിറ്റബിളും ഇട്ട് വെട്ടിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് മുട്ടയിലിട്ടാൽ മതി കേട്ടോ. കുഞ്ഞുമായിട്ട് അരിയണം. എന്നിട്ട് മുട്ടയിലിടും. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ അതിനകത്ത് വേണം. പിന്നെ ഇവിടെ ടൊമാറ്റോ സോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഇടുന്നില്ല കേട്ടോ. ടൊമാറ്റോ സോസ് ഇടണം, എന്നാലും കുറച്ചുകൂടി എനിക്കിഷ്ടമാണ്. ഇവിടെ ഇഷ്ടമല്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ കവർ ചെയ്യണം. ഇനി അതിൻ്റെ പുറത്തൊരു ചെറി വെക്കണം കേട്ടോ. ഇവിടെയും ഒരേ ചെറി വെക്കണം. ചെറി ഇവിടെ ഇപ്പം